നമ്മൾക്കിന്ന് ചെറുപയർ കറി, ചപ്പാത്തി. അയ്യോ, നമ്മളെ ചപ്പാത്തി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വിളമ്പിയാട്ടോ. നമ്മൾ ഉണ്ണിയേട്ട അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഡെക്സാ ബേബിക്ക് ചെറിയൊരു വയ്യായി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. സമയം 12 സൂചി എത്താറായി. നമ്മളെ കഥയ്ക്ക് എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കൂട്ടാ. നമുക്ക് ഡെക്സാ ബേബീനെ ഒന്ന് കണ്ടാലോ? ഡെക്സാ ബേബിക്ക് ചെറിയൊരു വയ്യൊക്കെ ഉണ്ട്. നമ്മൾ മരുന്ന് ഇങ്ങനെ ഇന്നലെ തൊട്ട് മിനിയാന്ന് തൊട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയാണ്. മിനിയാന്ന് നൈറ്റിൽ തൊട്ടിട്ട് കൊടുക്കാൻ തുടങ്ങിയാണ്. ഇനി അതിൽ മാറിയില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഒന്നും കാണുന്നില്ല, പക്ഷെ അവന് അത്ര ആക്റ്റീവല്ല. ഒറ്റയ്ക്ക് അവന് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കഴിക്കില്ല. ചിക്കൻ്റെ ഉള്ളിൽ ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ല, എന്നാലും കഴിക്കും, പൊരിച്ചതൊക്കെ കഴിക്കും. പിന്നെ ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കും, പെഡിഗിരി കൊടുത്താൽ കഴിക്കും. ഇതൊന്നും അവൻ ഒറ്റയ്ക്ക് കഴിക്കില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ചോറ് ഇച്ചിരി വാരി കൊടുത്ത് അത് കുറച്ച് കഴിച്ച്, അതൊക്കെയാണ് എൻ്റെ ഭക്ഷണം. ഇന്ന് രാവിലെ ഞാൻ ഒരു ചപ്പാത്തി ചെറുപയറും കറിയൊക്കെ കൂട്ടി കുഴച്ച് ഒരു 3/4 ഭാഗം അവൻ കഴിച്ച്. അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി. അന്ന് എൻ്റെ വയ്യ ഒന്ന് ഇത്തിരി ആക്റ്റീവായിട്ട് ഓടി നടക്കേനിട്ടാ. ആ ഓട്ടം പെട്ടെന്ന് നിന്നുപോയി. അത് എന്തുകൊണ്ടെന്ന് അറിയാം, ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോളിട്ടോ. ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നവർ ഒരു പൊരിച്ചമീൻ വാങ്ങിയിട്ട് കഴിക്കാം. അപ്പം നമുക്കിന്ന് പച്ചക്കറിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കഞ്ഞി അങ്ങ് വെച്ച് അവർക്ക് ഊറ്റണം. അപ്പോൾ അത് മറന്നു പോയത്, കുറച്ച് വെന്ത് പോയാൽ സിയുവാവ കഴിക്കില്ല. അപ്പോൾ നമുക്ക് അവർക്കുള്ള ഊറ്റി വെക്കണം. ഞാനും ഉണ്ണിയായിരുന്നു അമ്മ ഈ കഞ്ഞി കുടിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അമ്മ പറഞ്ഞാൽ അതാണ് നല്ലതും പൊക്കുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരട്ടെ എന്താ ഡെക്സാ ബേബിൻ്റെ ആക്റ്റീവ് പോയാണ്. കഥയുമായി നമ്മൾ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. ഇതാണ് ഡെക്സാ ബേബി ഓടിപ്പോയി ഒളിച്ചെത്തിക്കുന്നത്. നമ്മൾ മരുന്ന്, റീഫില്ലറ്, കുപ്പായം, മുടിയിരൽ, സ്പ്രേ, ഇതൊന്നും അവനിഷ്ടമല്ല, ഒളിച്ചെത്തിരിക്കാറ്. എൻ്റെ കുഞ്ഞു വാ, കുഞ്ഞു വന്നോ, നമുക്ക് പുറത്തേക്ക് പോവാം. ഡെക്സാ ബേബി വാ, കുപ്പായം മാറ്റിയിട്ട് ഇവിടെ പോവും. അയ്യോ, ഏട്ടൻ വരുന്നുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് എന്താണ് മരുന്ന് കുടിക്കണം. അത് വന്നിച്ചിട്ട് കുട്ടികൾ. അങ്ങനെ നമുക്ക് ഈ മരുന്ന് അങ്ങ് എടുക്കാം. എന്നിട്ട് മരുന്ന് അമ്മൻ്റെ കുഞ്ഞുമോനാണ്. ഇവൻ്റെ കുട്ടികളെ ഇവർക്കുള്ള മരുന്നൊക്കെ ചെറിയ മക്കളെ മതി ഇങ്ങനെ ഇവിടെ വെക്കുക. ഇനി ഇതിൽ മാറിയില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. കേട്ടോ, വാ ജീവാ വാ. അയ്യോ ഡെക്സ നോക്ക്, ഡെക്സക്ക് ഇപ്പം ഇത്തിരി ബുദ്ധി ഇത് ഉറച്ചുണ്ട്, ഇത്തിരി വിശത്ത് വന്നിട്ടുണ്ട്. അതിന് പിടിച്ചില്ലേ പിടിച്ചില്ലേ, അവിടെ മുന്നേ പിടിച്ചില്ലേ. അങ്ങനെ വാളി നിന്ന് എവിടെ എത്തിയിട്ടാണോടാ നടക്കണത് നോട്ടെ. അപ്പോൾ ഇവിടെ ഡെക്സിനെ കൊണ്ടുപോകാ പോവാ. നേക്ക് അമ്മൻ്റെ മൊബൈല് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ അതന്നെ ഒരു പുന്നാരാക്കത്തിൽ നേട്ടുമ്പോൾ തെയ്യാട്ട്. ഡെക്സാ ബേബിക്ക് തെയ്യാട്ട്. അമ്മൻ്റെ കുഞ്ഞി വാവാച്ചിങ്ങോട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തൊടുക. ഞാനാണ് ഡെക്സാ ബേബി. എനിക്ക് ഇത്തിരി ചെറിയൊരു അസുഖം അങ്ങനെ വന്നപ്പോഴേക്ക് അമ്മ മരുന്ന് തന്ന് ഞാനിപ്പോൾ ഇത്തിരി ആക്റ്റീവായി തുടങ്ങി. അങ്ങനത്തെ കുട്ടി. അങ്ങനെ നമ്മളിത് മുടിയിൽ അയ്യടാ സുന്ദരി വാവേ ചൊയുറങ്ങ്. അമ്മയുടെ കുഞ്ഞുമുത്താണ്. അയ്യോ കുഞ്ഞുവാലി ഇതാ താന്ന് പോയിക്കുന്നു. ഇതങ്ങനെ പൊന്തിച്ച് വെക്കണ്ട കുട്ടി. പച്ചപ്പനന്തത്തെ പൂമുത്തെ പൂങ്കരളേ ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചുവാഴത്തോപ്പിൽ ഒന്നുവാ പൂങ്കരളേ. അമ്മയ്ക്ക് അറിയൂല പാട്ട്, എന്നാലും അമ്മ ഒന്ന് പാടി. അയ്യോ, എൻ്റെ കുട്ടികൾ ഞാനുള്ളൊരു അടിപിടിയാണ് ഇപ്പം തന്നെ. കണ്ട ഇവർക്കൊന്ന് വയ്യാണ്ടാവുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഒന്നും ഉഷാറാവുന്നതിന് ഇവരെ ഇത് ശരിയാട്ടോ. അങ്ങനെ നമ്മൾ സ്പ്രേ കഴിക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞതാ. നമ്മൾ ഇതിടക്ക് ഇവിടെ നമ്മൾ ഹലോ ഗായ്സ്, നമ്മളിതാ ഇവർ തിന്നാൻ പോകണം. ഇത് കുട്ടി ഞങ്ങൾ മുന്നേ തിന്നട്ടത് തിന്നടാ. ഇതാണ് ഇവൻ്റെ കുട്ടിയുടെ
അത് കഴിച്ചാൽ വീരണ്ട് എന്ത് നല്ല പിടികി. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇച്ചേച്ചി വാങ്ങി കൊടുക്കുന്ന പിടിക തിന്നോട്ടോ. ഇപ്പം തിരിയാച്ച ഉള്ളിപ്പറ്റി തിന്നല്ലോ സാപ്പിടത്തിയ പെടികിരി അവിടെ നിന്ന് തിന്നിട്ട് അമ്മ അവിടെ കെട്ടിയിട്ട് കണ്ടില്ലേ. ഇതാണ് ഞാൻ ഹലോ ഗൈസ്. അപ്പം നമ്മളെ ഡെക്സ ബേബിക്ക് നിങ്ങളോട് സംസാരിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ ഓനൊക്കെ ആക്റ്റീവായി. അപ്പം നമ്മൾ ഒരു ഓണഫുട്ട് ഇട്ടെടുത്ത് അയ്യ എൻ്റെ കുട്ടി സുന്ദരനാണ് കേട്ടോ, സുന്ദരനായി. പെടിയൊക്കെ മറിച്ചിട്ട് കുറച്ചാണ് തിന്നു കേട്ടോ. ഇതിലൊന്ന് തീരെ തിന്നില്ല. ഇനിന്ന് ഒരു ഉഷാറുണ്ട്. അതാ വാലൊക്കെ മേലോട്ട് വന്നല്ലോ. അതോ എൻ്റെ കുട്ടിക്ക് മാറി നേട്ടാ ആയി പറ. വാലൊന്നും മേലോട്ട് വരുമ്പോ അയ്യോ ഓണപ്പൊട്ട് ഓണപ്പൊട്ട് പാടിപ്പോ കുട്ടി കണ്ടില്ല. നല്ല നല്ല കുറ്റം അമ്മായിന്റെ പാട്ടിട്ടില്ലെങ്കിൽ ഓണപ്പാട്ടാണത്. അപ്പൊ ടാറ്റ പറ, ടാറ്റ പറ. ഞാനാണ് ശിയുവാവ, ഞാനാണ് ശിയുവാവ. ശിവാവക്ക് ഒരു അരുക്കായി പോയി. എന്നിട്ട് ശിവാവ ഇല്ലേ അതൊക്കെ പോക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ടാറ്റ ഒരു ടാറ്റ പറയും സത്യത്തെ. ടാറ്റ. അമ്മായി മോനും കൂടി ഇരിക്കാം. ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞി കൂടി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ. എൻ്റെ കുട്ടി നോക്ക് ആ പടികിരിക്ക് എടുത്ത് തിന്നടാ. ഇതൊന്ന് വാല് താവല്ലേ, വാല് പൊന്തിക്ക് പൊന്തിക്ക്. അങ്ങനെ പോട്ടെ, വാല് താത്തരുത്. ഇതൊക്കെ വാരിയിട്, ഇതൊക്കെ വാരിയിട്. ഇത് തിന്ന് കുട്ടി തിന്ന്, കുട്ടി തിന്ന്. അവരെ രോമൊന്നും ആയാൽ അവർ തിന്നൂല. അതാ ഏതെന്നാളി അല്ല പൊന്നു മോനാണ്. എൻ്റെ കുട്ടീൻ്റെ വാല് പൊന്തിയൊക്കെ അയ്യോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഒരു ചാച്ചാട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ, ടാറ്റ ബൈ ബൈ വരെ, ടാറ്റ ബൈ ബൈ വരെ. അപ്പോൾ ടാറ്റാ. അപ്പോൾ നമ്മൾ ഇന്ന് അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ പോവാം. അപ്പോൾ കഞ്ഞി കുടിക്കാലോ. ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത്തിരി ഇന്ന് നമുക്ക് കഞ്ഞി കുടിക്കാം. വാവ്, ചമ്മന്തി നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ ഞാൻ അച്ചാർ കൂട്ടിപ്പോയി. നാരങ്ങൻ്റെ അച്ചാർ എനിക്ക് അത്ര ഇഷ്ടമല്ല. മറ്റേ വാങ്ങിയ ചെറുപയറുകറിയാണ്. ഞങ്ങൾക്ക് ചപ്പാത്തി കൂട്ടിയിട്ട് തോന്നിട്ട് ചെറുപയറുകറിക്ക് ഞാൻ കഞ്ഞിക്കും കൂടി റെഡിയാക്കിയാണ്. നമ്മൾ ഉണ്ണേട്ടനൊന്നും കൂട്ടില്ല. ഇനിയിപ്പോൾ പപ്പടം രണ്ടെണ്ണം ഉള്ളത് ഉണ്ണേട്ടന് വെച്ച് ഞാൻ പപ്പടം ഒഴിവാക്കി. ചമ്മന്തി മാത്രം കൂടി കുടിക്കാൻ നല്ല ഇഷ്ടം. അപ്പോൾ ടാറ്റ. കുട്ടികളൊക്കെ ചോറ് തിന്നാൽ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ കഞ്ഞി കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഹലോ ഗൈസ് തിന്ന് സീവാ കൂട്ടി പോയിക്കഞ്ഞ് സീവാ കൂട്ടിപ്പോടാ. ഇതാ ചോറിന് വന്നിരിക്കുന്ന ഒരാൾ. ഡെക്സ ബേബി ചോറുന്നില്ല കേട്ടോ. ഡെക്സ ബേബി ഒരു 3 പിടി തിന്ന് അങ്ങനെ തന്നെ അകത്തേക്ക് പോയി. പോയിക്കോ. അമ്മനെ എന്താ സ്മെല്ല് ചെയ്യണേ? കൂട്ടിപ്പോ മാവാ. കൂടെ തുറന്ന് അവൻ പോയി. ഇനി നമുക്കിത് കാക്കയ്ക്ക് കൊടുക്കാം. കാക്കയെ കൂടെ വിടെ തെക്കേ മാവിൻ കൊമ്പത്ത് കൂട്ടിനകത്തുന്നാറുണ്ട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. നമ്മളെ കുഞ്ഞാട്ടോ കാക്കയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കും. നമ്മൾ 2 കാക്കകൾ ഉണ്ടാവലുണ്ട്. ഇന്നൊരു കാക്കയേ ഉള്ളൂ. ഒരു കാക്ക വന്നോളൂ. മറ്റോളാടാ ഇതാ, മറ്റോളാടാ. ഓളെയും കുട്ടി വന്നാലേ തരുന്നു. ഓളവിടെ പോയി. ഇത് 2 ആൾക്ക് 2 പിടി തരുന്നല്ലോ ഞാൻ. എവിടാന്ന് അവർക്ക് 2 ആൾക്ക് 2 പിടി. എടാ ഓളെ കുട്ടി വേടാ. അപ്പം നമുക്ക് നമ്മളെ പൂത്തറമ്മൽ ഉപ്പിട്ടതാ. എറുമ്പ് പൂത്തറമ്മലതാ. നമ്മൾ കാക്കിക്ക് ചോറ് കിട്ടാലോ. കാക്കിക്ക് നമ്മളൊരു ഇല പറിച്ചു. ഇത് ചോറ് അവർക്കും കൊടുത്തു. എന്നാ തിന്നാളി. ആ വന്നല്ലോ, മറ്റേ ആൾ വന്നു കേട്ടോ.
രണ്ടാളും വന്നിക്കണം. ഈ രണ്ട് ആൾക്കാരാണ് എൻ്റെ ചോറ് തിന്നാൻ വരുന്നത്. ഇതാ ഊണിന് പൈസ എത്രയാ അറിയാം? 150 റുപ്യ. അതന്നെ ഓരോരോ സ്വഭാവം കാട്ടുമെന്ന് പറയുന്നത്. ഇലയിൽ ഞാൻ വെച്ച് കൊടുക്കുക, ഇല പിടിച്ചടിച്ചിട്ടാണ്. എങ്ങനെയാ അപ്പോൾ ടാറ്റാ ബൈ ബൈ, സിയോ.